13 വയസ്സുള്ളൊരു കുട്ടി തളർവാദം പിടിച്ച് കിടക്കുന്ന ഉമ്മയെയും കുടുംബത്തെയും പോറ്റുന്നതിന് വേണ്ടി തെരുവിൽ കച്ചവടം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വാർത്തയാണ്. ആ കുഞ്ഞിന് തൻ്റെ കുടുംബത്തെ പോറ്റാൻ അവൻ്റെ പ്രായം ഒരു ഭാരമായി മാറിയിട്ടില്ല. വേണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ അവനക്ക് ചെയ്യാനുള്ള ഇടങ്ങൾ അവനക്ക് ലഭിച്ചു എന്ന് ചുരുക്കം. കുറച്ച് മുമ്പ് വന്യരായ എൻ്റെ ഗുരുവര്യർ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇതുപോലെ ടീനേജിലേക്ക് കടന്നിട്ടുള്ള കുട്ടിയാണ്. പക്ഷേ കുടുംബത്തിൽ ഉപ്പ മരണപ്പെട്ടു പോയി, ഉമ്മയാണുള്ളത്. പിന്നെ പറക്കമുറ്റാത്ത കുട്ടികളും. അതിലും മൂത്ത കുട്ടിയാണിവൻ. ആ ഉമ്മ എല്ലാ ദിവസവും ഉണ്ണിയപ്പം ഉണ്ടാക്കും. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ആ ഉണ്ണിയപ്പങ്ങൾ പാക്ക് ചെയ്ത പാക്കറ്റുമായി അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങും. വീടുകളിൽ കൊണ്ടുപോയി അവൻ വിൽപ്പന നടത്തും. ഒരു പാക്കറ്റിന് 50 രൂപയാണ്. 20 പാക്കറ്റുകളുണ്ടാകും. 1000 രൂപക്ക് കച്ചവടം നടത്തി 1 മണിക്കൂറിനുള്ളിൽ അവൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ മടങ്ങും. ഏത് വീട്ടിലേക്ക് കൊണ്ടു ചെന്നാലും ആ കുടുംബത്തെ പരിഗണിച്ചുകൊണ്ടുകൂടെ അവരെല്ലാം അത് വാങ്ങിക്കും. ഒരാഴ്ചയിൽ 7 ഇടങ്ങളാണ് അവൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. 7 ദിവസത്തിലും അവൻ 1 മണിക്കൂർ കൊണ്ട് 1000 രൂപയുടെ കച്ചവടം. 300 രൂപ ആ വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ചെലവ്, ബാക്കി 700 രൂപ അവരുടെ ലാഭം. അങ്ങനെ ആ കുടുംബത്തിനെ ആ കുട്ടി ഉമ്മയുടെ സഹായത്തോടെ പോറ്റിപ്പോകുന്നു എന്ന ചരിത്രം. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ സമയമാണ്. അവരുടെ മുന്നിൽ വിശാലമായിട്ട് ഫ്രീ ആയിട്ട് സമയങ്ങൾ പരന്നു കിടക്കുകയാണ്. ഈ സമയങ്ങളെ ക്രിയാത്മകമായിട്ട് വിനിയോഗിക്കണം എന്ന് അവർക്ക് ചിലപ്പോൾ ബോധമുണ്ടായിക്കൊള്ളണം എന്നില്ല. കാരണം കുട്ടികളാണ്. ആ കുട്ടികളുടെ സമയങ്ങളെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താമെന്ന് ദിശ കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കളാകുന്ന നമുക്കുണ്ട്. ഈ 2 മാസം കഴിഞ്ഞു കിടക്കുമ്പോൾ ആ മക്കളുടെ മുന്നിൽ ആ 2 മാസങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടു പോയി എന്ന ചിന്തയില്ലാത്ത വിധം അവരുടെ ജീവിതത്തിലേക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ വൈജ്ഞാനികമായിട്ടുള്ള ഇടങ്ങളെയും കൂടെ നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കണം. അവരാഘോഷിക്കണം, കളിക്കണം. പക്ഷേ കളിക്കുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. സൂര്യാഘാതം പോലെയുള്ള പ്രയാസങ്ങളൊന്നും നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാനുള്ള കരുതലും നമുക്കുണ്ടാകണം. ഇന്ന് ഒരുപാട് വെക്കേഷൻ ടൈമുകളിലുള്ള കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിൽ അവർക്ക് പഠിക്കാം. കുറഞ്ഞ സമയങ്ങളിലേ ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാലും അവർക്കൊരു എൻഗേജ് ആയിരിക്കും. വെറുതെ സമയം കളയാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ലോകങ്ങൾ മാറിമറിയുന്ന സൈബർ ലോകത്തേക്ക് കയറും. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെയായിട്ട് അവരങ്ങനെ സമയങ്ങളെ കൊല്ലും. അത് അവരിലുണ്ടാക്കുന്ന അപകടങ്ങൾ വലുതായിരിക്കും. അവരുടെ ബ്രെയിനിനെ തന്നെ, ചിന്തകളെ തന്നെ അത് ബാധിക്കാൻ ഇടയുള്ള അവസ്ഥകളിലേക്ക്, സ്ക്രീൻ അഡിക്ഷനിലേക്ക് ആ മക്കൾ മാറാൻ ഈ 2 മാസങ്ങൾ കാരണമായേക്കാം. എന്ന് മാത്രമല്ല, അവർ സോഷ്യൽ മീഡിയകളിലൂടെ അഥവാ യൂട്യൂബ് പോലെയുള്ള സംവിധാനത്തിലെ സ്റ്റോറികളിലും മറ്റുമൊക്കെയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന തലങ്ങൾ എത്രയോ അപകടം പിടിച്ച സീനുകളുണ്ട്. അതവർക്ക് നിയന്ത്രിക്കാനോ തിരിച്ചറിയാനോ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കഴിഞ്ഞ ദിവസത്തിൽ ഒരു ചെറിയ കുട്ടി തൻ്റെ സഹോദരനെ, 4-5 വയസ്സ് മാത്രമാണ് ആ കുട്ടിക്ക് പ്രായമുള്ളത്. അവളുടേക്കാൾ താഴെയുള്ള ചെറിയ കുട്ടിയുടെ തലയിൽ തൻ്റെ കളിത്തോക്ക് ചൂണ്ടി മിഠായിക്ക് വേണ്ടി മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രംഗം വലിയ വൈറലായിട്ട് സോഷ്യൽ മീഡിയകളിൽ കറങ്ങി നടന്നിരുന്നു. അവളുടെ മുഖഭാവവും അവളുടെ പ്രകടനവുമൊക്കെ വല്ലാതെ രസമായിട്ടാണ് എല്ലാവരും അതിനെ കണ്ടത്. പക്ഷേ ആ കുട്ടിയിൽ അത്രയും ചെറുപ്പത്തിലേ ഉണ്ടാക്കിയ ഒരു മാറ്റം, ഇങ്ങനൊരു ഭീഷണിയിലൂടെ തൻ്റെ കാര്യം സാധിച്ചെടുക്കാം എന്ന് ആ കുട്ടിയെ പഠിപ്പിച്ചത് ആരാണ്? അതൊക്കെ ഈ സോഷ്യൽ മീഡിയകളിലൂടെ, സ്റ്റോറികളിലൂടെ, റീൽസുകളിലൂടെ കുട്ടികൾ പഠിച്ചെടുക്കുന്ന അപകടം നിറഞ്ഞ മെസ്സേജുകളാണ്. അത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളിലേക്ക് നമ്മുടെ മക്കളെ വഴി നടത്തുന്ന റീൽസുകളുടെ പിന്നാലെ മക്കൾ പോകാതിരിക്കാൻ അവരുടെ സമയങ്ങളെ കായികമായും വൈജ്ഞാനികമായും ഒക്കെ ഉപയോഗപ്പെടുത്താൻ ആ മക്കൾക്ക്
വഴി കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ വെക്കേഷൻ സമയത്ത് പ്രത്യേകിച്ച് നമുക്കുണ്ട് എന്ന് തിരിച്ചറിയാനും അതിന് ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യാനും രക്ഷിതാക്കളായി നമുക്ക് കഴിയണം. നമ്മുടെ മക്കളെ ഉപകാരപ്രദമായ വിജയികളായ മക്കളാക്കി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.